+1 മാത്സിലെ സെറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ, അതായത് ഫസ്റ്റ് ചാപ്റ്റർ ഭയങ്കര ഈസി ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. അപ്പൊ ഈ ചാപ്റ്റർ ഓൾറെഡി നമ്മൾ ലൈവ് ഒക്കെ പോയി കഴിഞ്ഞതാണ്. അപ്പൊ ആ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 1-2 ക്വസ്റ്റ്യൻസ്, ഏറ്റവും കൂടുതലായിട്ട് ആവർത്തിക്കുന്ന ഒരു ക്വസ്റ്റിനെ കുറിച്ചാണ് ഈ വീഡിയോ. ഇവിടെ HSS ലൈവിന്റെ സൈറ്റ് ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിൻ്റെ അകത്ത് നമുക്ക് കാണാമല്ലോ പ്രീവിയസ് ഇയറിൽ ചോദിച്ച ചോദ്യങ്ങൾ, ഇനി മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങൾ. ആദ്യം തന്നെ നിങ്ങൾ തന്നെ അത് കണ്ടിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കട്ടെ എന്നുള്ളതുകൊണ്ടാണ് HSS ലൈവിന്റെ സൈറ്റ് തന്നെ ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചത്. സോ ഇത് നോക്കുക, അത് ഫസ്റ്റ് ചോദ്യം ഏത് വർഷത്തിലാണ് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത്? 2024 തോന്നുന്നു. നോക്ക്, യൂണിവേഴ്സൽ സെറ്റ് തന്നിട്ടുണ്ട്. യു എന്ന് പറഞ്ഞിട്ടൊരു യൂണിവേഴ്സൽ സെറ്റ് തന്നിട്ടുണ്ട്. ചിലപ്പോൾ അത്ര ക്ലാരിറ്റി ഉണ്ടായിക്കൊള്ളുന്നില്ല, ജസ്റ്റ് നമ്മൾ ഞാൻ പറയുന്നത് കേട്ട് മനസ്സിലാക്കിയാലും മതി. യു എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ സെറ്റ്, എ എന്ന് പറഞ്ഞ സെറ്റ് തന്നിട്ടുണ്ട്, ബി എന്ന് പറഞ്ഞ സെറ്റ് തന്നിട്ടുണ്ട്. എ ഇന്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ യെസ് ഡി മോർഗൻസ് ലോ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. അപ്പോൾ ഇത് ഇതിൻ്റെ തൊട്ട് മുന്നത്തെ വർഷവും ചോദിച്ചായിട്ട് നിങ്ങൾക്ക് കാണാം. 2025 എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. ഇത് ഇനി അങ്ങനെ പോകുമ്പോൾ എല്ലാ വർഷവും സ്ഥിരമായിട്ട് ചോദിച്ചതാണ്. കാരണം ഇപ്പോൾ 2023 ഇംപ്രൂവ്മെന്റ് നോക്കുകയാണെങ്കിലും സെയിം സാധനം അവിടെ ചോദിച്ചിട്ടുണ്ട്. 2023 ഇനി മാർച്ചിൽ നോക്കുകയാണെങ്കിൽ സെയിം സാധനം അതാ ചോദിച്ചിട്ടുണ്ട്. സോ എല്ലാ വർഷത്തിലും നിങ്ങളിങ്ങനെ നോക്കിയൊക്കെ ഒരു 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയോ, എല്ലാ വർഷത്തിലും സ്ഥിരമായിട്ട് ഈ ഒരു ചോദ്യം ചോദിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. അതായത് ഞാനിങ്ങനെ പേജ് ഇങ്ങനെ മറച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 2020 ഡിസംബർ എത്തി, അപ്പോഴും ചോദിച്ചിരിക്കുന്നത് സംഭവം സെയിം തന്നെ. ഇതാ എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് എന്താണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. ഇത് എപ്പോഴും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്. ഓക്കെ, അപ്പോൾ ആ ചോദ്യം എങ്ങനെയാണ് ചെയ്യുക എന്ന് അറിയാത്ത, ഭയങ്കര ഈസിയാണ്. കുറേ കുട്ടികൾക്ക് അത് അറിയാൻ മതിയാവും. ഇനിയിപ്പോൾ അറിയാത്ത കുട്ടികളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തു എന്താണ് പരിപാടി എന്നുള്ളത്. 3 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്, 3 മാർക്കിന് 4 മാർക്കിന് അത് ചോദിക്കുന്നുണ്ട്. ഭയങ്കര എളുപ്പമാണ്, വെറുതെ ആ മാർക്ക് കളയേണ്ട, ഗ്യാരണ്ടിയുമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് കാണുകയാണെങ്കിൽ ഈ ഒരു മാർക്ക് നിങ്ങൾക്ക് ഗ്യാരണ്ടിയാണ്. അപ്പം ശ്രദ്ധിച്ചോ എങ്ങനെയാണ് പരിപാടി എന്നുള്ളത്. സോ യു എന്ന് പറഞ്ഞ ഒരു യൂണിവേഴ്സൽ സെറ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, റെഡി. ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക്, ഇവിടെ 7, 8 വരെ ഉണ്ട് കേട്ടോ. സോ യു എന്ന് പറഞ്ഞ യൂണിവേഴ്സൽ സെറ്റ് ഉണ്ട്. 1 2 3 4 5 6 7 8 വരെ ഉണ്ട്. എ എന്ന് പറഞ്ഞ സെറ്റിൽ 1 2 3 4, ബി എന്ന് പറഞ്ഞ സെറ്റിൽ 1 3 5 7. ഓക്കെ, പ്രൂവ് ദാറ്റ് എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, ഈ ഒരു സാധനമാണ് എന്ത്, ഡി മോർഗൻസ് ലോ. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സോ ഇത് നമ്മൾ എങ്ങനെയാണ് പ്രൂവ് ചെയ്യുക? ഇതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിയണം. ഒന്ന്, എ യൂണിയൻ ബി കണ്ടുപിടിക്കാൻ അറിയണം. ചില കുട്ടികൾക്ക് അറിയാൻ മതിയാവും, അറിയാത്തവർ പറയാം എന്താ സംഭവം എന്നുള്ളത്. എ യൂണിയൻ ബി കണ്ടുപിടിക്കാൻ അറിയണം. പിന്നെ അതിൻ്റെ കോംപ്ലിമെന്റ് കണ്ടുപിടിക്കാൻ അറിയണം. ഈ ഒരു യു പോലത്തെ സിമ്പിൾ ഇടുന്നത് യൂണിയൻ എന്നുള്ള സംഭവത്തിനെയാണ് കേട്ടോ. സോ എ യൂണിയൻ ബി കണ്ടുപിടിക്കണം. എ എന്ന് പറഞ്ഞ സെറ്റ് ഇതാ, ബി എന്ന് പറഞ്ഞ സെറ്റ് ഇതാ, ഇവരുടെ രണ്ടുപേരുടെയും യൂണിയൻ എടുക്കണം. എ യൂണിയൻ ബി കഴിയണം. പിന്നെ അതിൻ്റെ കോംപ്ലിമെന്റ് എടുക്കണം. സോ ഈ 2 കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് നമുക്ക് ഓക്കെയാണ്. സോ LHS എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. LHS എന്താ ഉള്ളത്? LHS ഈക്വൽ ടു എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ്. ഇതാണ് ചെയ്യേണ്ടത്. സോ എ യൂണിയൻ ബി ചെയ്യാൻ അറിയണം. സോ എ യൂണിയൻ ബി ഈക്വൽ ടു, ഓക്കെ, സോ എ യൂണിയൻ ബിന്റെ കോംപ്ലിമെന്റ് ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. LHS എ യൂണിയൻ ബിന്റെ കോംപ്ലിമെന്റ്. സോ എ യൂണിയൻ ബി എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ എയിലുള്ള എല്ലാ എലമെന്റ്സും ആദ്യം എടുത്ത് എഴുതാം. 1 2 4 7 ഇതാണ് എ യൂണിയൻ ബി. ഓക്കെ, എ യൂണിയൻ ബി അല്ല, എന്നാണ് എടുത്ത് എഴുതി കഴിഞ്ഞ് ഇനി ബിയിലുള്ള എലമെന്റ്സ് എടുത്ത് എഴുതാം. സോ ഓൾറെഡി എഴുതിയ എലമെന്റ്സ് ഉണ്ടെങ്കിൽ വീണ്ടും എഴുതണ്ട. അതായത് 1 ഓൾറെഡി ഇവിടെ എഴുതിയിട്ടുണ്ട്, അപ്പോൾ 1 എഴുതണ്ട, 3 നമുക്ക് എഴുതാം. 3 ഓക്കെ, 3 എഴുതാം. പിന്നെ എന്താ ഉള്ളത്? 5 ഉണ്ട്, 5 എഴുതാം. 1 3 5 7. സോ 1 എഴുതി, ഓൾറെഡി എഴുതിയോണ്ട് 1 എഴുതുന്നില്ല. 3 എഴുതി, 5 എഴുതി, 7 എഴുതുന്നില്ല, കാരണം 7 ഇതിൻ്റെ അകത്ത് ഓൾറെഡി ഉണ്ട്. സോ ഇതാണ് എ യൂണിയൻ ബി. ഇങ്ങനെയാണ് എ യൂണിയൻ ബി ചെയ്യുക. എയിലുള്ള എലമെന്റ്സ് ഒക്കെ എഴുതാം, പിന്നെ ബിയിലുള്ള എലമെന്റ്സ് എഴുതാം. ബിയിലുള്ള എലമെന്റ്സിലെ ചില എലമെന്റ്സ് ഓൾറെഡി എയിലുള്ളതാണെങ്കിൽ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, കാരണം സെറ്റിൻ്റെ അകത്ത് നമ്മൾ എലമെന്റ്സ് എന്താക്കില്ല, റിപ്പീറ്റ് ചെയ്യില്ല. അപ്പോൾ എ യൂണിയൻ ബി മാത്രമല്ല, അതിൻ്റെ കോംപ്ലിമെന്റ് ഉണ്ട്, ഞാൻ കോംപ്ലിമെന്റ് ചെയ്യാൻ ബാക്കിയുണ്ട്. സോ ഇതിൻ്റെ കോംപ്ലിമെന്റ് എങ്ങനെയാണ് ചെയ്യുക, അതാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഏതൊരു സെറ്റിൻ്റെയും കോംപ്ലിമെന്റ് എങ്ങനെയാണ് എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സെറ്റിലുള്ള എലമെന്റ്സിനെ യൂണിവേഴ്സൽ സെറ്റ് എന്ന് ഒഴിവാക്കാം. അപ്പോൾ ക്വസ്റ്റനിൽ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്, അവിടെ യു എന്ന് പറഞ്ഞ് തന്നില്ല. ഇതാണ് യൂണിവേഴ്സൽ സെറ്റ്. യൂണിവേഴ്സൽ സെറ്റിന് എപ്പോഴും യു എന്നുള്ള ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുക. സോ ഈ യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് ഇതിലുള്ള എലമെന്റ്സിനൊക്കെ ഒഴിവാക്കാം. മീൻസ് ഈ എലമെന്റ്സ് അതിൻ്റെ അകത്ത് ഉണ്ടെങ്കിൽ ഒഴിവാക്കാം, എന്നിട്ട് ബാക്കിയുള്ളത് എടുത്ത് എഴുതാം. അതാണ് കോംപ്ലിമെന്റ്. സോ കോംപ്ലിമെന്റ് ഇവിടെ എ യൂണിയൻ ബി ആയി. ഇനി കോംപ്ലിമെന്റ് ചെയ്യാണ്, ഈ വരെയാണ് കോംപ്ലിമെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സോ കോംപ്ലിമെന്റ് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക നോക്കുക, ഇത് വായിക്കുക, കോംപ്ലിമെന്റ് എന്നാട്ടോ ഈ മേലെ വരാനുള്ളത്. ഓക്കെ, അപ്പോൾ കോംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ എലമെന്റ്സിനെ യൂണിവേഴ്സൽ സെറ്റ് നിന്ന് ഒഴിവാക്കുക. യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് 1 2 ഒഴിവാക്കുക, 3 ഒഴിവാക്കണം. അപ്പോൾ 1 2 3 4 ഒഴിവാക്കണം, 5 ഒഴിവാക്കണം. സോ 1 2 3 4 5 7 വരെ ഒഴിവാക്കണം. അങ്ങനെ ബാക്കിയുള്ളത് 6 8 മാത്രമാണ്. സോ 6 8 ഇതാണ് എ യൂണിയൻ ബിന്റെ കോംപ്ലിമെന്റ്. ഓക്കെ, ഇതാണ് LHS. ഓക്കെ, അപ്പോൾ LHS നമ്മൾ ഓക്കെ ആക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കേണ്ടത് ഇത് RHSന് ഈക്വൽ ആണ് എന്ന് പ്രൂവ് ചെയ്യണം. സോ RHSലേക്ക് നമുക്ക് പോകാം. RHSൽ എന്തൊക്കെ വർക്കാണ് ചെയ്യാനുള്ളത് നോക്കി നോക്കാം. ഓക്കെ,
റൈറ്റ്. സോ RHS, റൈറ്റ്. സോ RHSൽ ഇവിടെ ഉള്ളത് A കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ B കോംപ്ലിമെന്റ്. സോ A കോംപ്ലിമെന്റിന്റെ B കോംപ്ലിമെന്റിന്റെ ഇന്റർസെക്ഷൻ. സോ എന്തൊക്കെ ചെയ്യാനുണ്ട്? ആദ്യം A കോംപ്ലിമെന്റ് ചെയ്യാനുണ്ട്, B കോംപ്ലിമെന്റ് ചെയ്യാനുണ്ട്, അവരുടെ ഇന്റർസെക്ഷനും ചെയ്യാനുണ്ട്. ഓക്കെ, സോ ഞാൻ ഇവിടെ എഴുതട്ടെ. RHSൽ എന്താ ഉള്ളത്? A കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ B കോംപ്ലിമെന്റ്. ഇതാണ് RHSൽ ചെയ്യാനുള്ളത്. സോ A കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ B കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്റെ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് 1 2 4 7 ഉണ്ട്. ഇതിന്റെ കോംപ്ലിമെന്റ് പറഞ്ഞാൽ ഇവരെ ഒഴിവാക്കണം. ഇവരെ ഒഴിവാക്കി ബാക്കിയുള്ള എലമെന്റ്സ് ആണ് ഇവരുടെ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പൊ നമ്മൾ പറഞ്ഞു കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ സെറ്റ് നിന്ന് ഇവരെ ഒഴിവാക്കുക. സോ 1 2 4 7 ഇവിടുന്ന് ഒഴിവാക്കണമെങ്കിൽ 1 2 4 7 ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി ഉണ്ടാവുക 3. ഓക്കെ, 1 2 4 7 പോയി, ബാക്കി ഉണ്ടാവുക 3 5 6 8. കറക്റ്റ് അല്ലേ? 1 2 4 7, 1 പോയി, 2 പോയി, 4 പോയി, 7 പോയി കഴിഞ്ഞാൽ 3 ഉണ്ടാവും, 5 ഉണ്ടാവും, 6 ഉണ്ടാവും, 8 ഉണ്ടാവും. യെസ്. സോ ഇന്റർസെക്ഷൻ, ഈ സിമ്പിൾ എന്താ? ഇന്റർസെക്ഷൻ. സോ അത് ചെയ്യണം. അതിന് മുന്നേ B കോംപ്ലിമെന്റ് ചെയ്യണം. 1 3 5 7 ഒഴിവാക്കണം. 1 3 5 7 ഇവിടുന്ന് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളതാണ് B കോംപ്ലിമെന്റ്. ഇവിടെ ആക്ച്വലി B അല്ല, ബിന്റെ കോംപ്ലിമെന്റ് ആണ്, ഈ വര കോംപ്ലിമെന്റ് ആണ്. സോ 1 3 5 7 ഇരുന്ന് ഒഴിവാക്കണം. സോ 1 3 5 7 ഒഴിവാക്കി കഴിഞ്ഞാൽ 2. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇത് ക്രോസ് ചെയ്യുന്നുണ്ട്, ഇല്ലെങ്കിൽ പിന്നെ കൺഫ്യൂഷൻ ആവും. 1 പോയി, 3 പോയി, 5 പോയി, 7 പോയി. പിന്നെ അല്ലെങ്കിൽ നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവില്ല ഏതൊക്കെയാണ് എടുത്തത് ഏതൊക്കെയാണ് എടുക്കാത്തത്, ഒരു കൺഫ്യൂഷൻ വരും. സോ 2 4 6 8 ആണ് ബാക്കിയുള്ളത്. 2 4 6 8. ഇപ്പൊ നമ്മൾ എന്തൊക്കെ ചെയ്ത്? A കോംപ്ലിമെന്റ് ഇവിടെ എഴുതിയിട്ടുണ്ട്, B കോംപ്ലിമെന്റ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി ചെയ്യാൻ ബാക്കിയുള്ളത് ഇവരുടെ ഇന്റർസെക്ഷൻ ആണ്. സോ അത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ RHS കംപ്ലീറ്റ് ആയി. ഇതിൽ LHS RHS ഈക്വൽ ആണ് എന്ന് പ്രൂവ് ചെയ്യുക. ഓക്കെ, സോ ഇത് നമ്മൾ ഇങ്ങനെ ഇന്റർസെക്ഷൻ എങ്ങനെ കാണാം? ഇന്റർസെക്ഷൻ എങ്ങനെ കാണാന്ന് വെച്ചാൽ രണ്ടിലും കോമൺ ആയിട്ടുള്ള എലമെന്റ് എടുക്കുക. യൂണിയൻ എങ്ങനെയായിരുന്നു ചെയ്യുക? ആദ്യം നമ്മൾ A ഫുൾ എഴുതുക, എന്നിട്ട് ബാക്കി പിന്നെ B എഴുതുക. ഓക്കെ, അപ്പോൾ Bയിലുള്ളത് ഓൾറെഡി Aയിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കിയിട്ട് എഴുതുക, റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിലെന്താണെന്ന് വെച്ചാൽ രണ്ടിലും ഉള്ള എലമെന്റ്സ് മാത്രം എടുത്ത് എഴുതുക. സോ രണ്ടിലുള്ള എലമെന്റ്സ് ആയിട്ട് നമ്മൾ കാണാൻ വേണ്ടി കാണുന്നത് 6ഉം 8ഉം ആണ്, അല്ലേ? 6ഉം 8ഉം രണ്ട് സ്ഥലത്തും ഉണ്ട്. സോ ഇതിന്റെ ആൻസർ വരുന്നത് 6 8 ആണ്. ഇതാണ് ഇന്റർസെക്ഷൻ, ഇതാണ് RHS. അപ്പോൾ നമുക്ക് ഇവിടെ ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി പറ്റും LHS ഈക്വൽ ടു RHS. അത് എപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടാവുക. സോ ഹെൻസ് പ്രൂവ്ഡ്. നമ്മൾ ഡി മോർഗൻസ് ലോ വെരിഫൈ ചെയ്ത് കഴിഞ്ഞ് സംഗതി എളുപ്പമാണ്. ഇനി അറിയാത്ത ഏതെങ്കിലും കുട്ടികളുണ്ടെങ്കിൽ ഈ മാർക്ക് മിസ്സായി പോരുത്. ഒന്ന് ഇതാണ് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യം. മറ്റൊരു ചോദ്യം സ്ഥിരമായിട്ടല്ലെങ്കിലും മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആയിട്ടുള്ള മറ്റൊരു ചോദ്യമാണ് സെറ്റിൻ്റെ അകത്ത് ഇന്റർവെൽ തന്നിട്ട് സെറ്റ് ബിൽഡർ ഫോം തന്നിട്ട് അത് ഏതെങ്കിലും ഒരു ഫോമിലേക്ക് എഴുതാൻ വേണ്ടി പറയും. ചിലപ്പോൾ ഇന്റർവെൽ ആയിട്ട് എഴുതാനോ റോസ്റ്റർ ഫോം ആയിട്ട് എഴുതാനോ ഒക്കെ പറയും. ക്വസ്റ്റ്യൻസ് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഇതുണ്ടോ A എന്ന് പറഞ്ഞൊരു സെറ്റ് ഇത് അവിടെ ഇതിൻ്റെ സെറ്റ് ഇന്റർവെൽ ഫോമിൽ എഴുതാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സെറ്റ് ഓഫ് ഓൾ എക്സ് എക്സ് ബിലോങ്സ് ടു R പറഞ്ഞിട്ട് -2 <x <5 എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിന് ഇന്റർവെൽ ഫോമിൽ എഴുതാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ അതേപോലത്തെ ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് ഉണ്ടാവാറുണ്ട്. ഇതിപ്പോൾ സെറ്റ് ബിൽഡർ ഫോം റോസ്റ്റർ ഫോമിലേക്ക് എഴുതാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ താഴത്തെ ഒരു ക്വസ്റ്റ്യൻ ഇതാ ഇന്റർവെൽ ആയിട്ട് എഴുതാൻ വേണ്ടിയിട്ട് സെറ്റ് ബിൽഡർ ഫോം. സോ സെറ്റ് ബിൽഡർ ഫോം തന്നിട്ട് റോസ്റ്റർ ഫോമിലേക്കോ അതോ ഇന്റർവെൽ ആയിട്ടോ എഴുതാനുള്ള ഒരു സാധനം ഉണ്ടാവും. അതൊക്കെ ലൈവിൽ നല്ല ക്ലിയർ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ലൈവ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കുക. സെറ്റിൽ ഫുൾ മാർക്ക് തന്നെ ഈസിലി സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അത്യാവശ്യം 5 മാർക്ക് 6 മാർക്കിനൊക്കെ ചോദിക്കുന്നുണ്ട്. അത് മൊത്തത്തിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനും പറ്റും. അപ്പോൾ ഇതുപോലെ യൂസ്ഫുൾ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ വെക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.